ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഗ്യ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടോ, അതൊരു ഉച്ചയ്ക്കുള്ളൊരു ലഞ്ച് വ്ളോഗാട്ടോ. അപ്പോൾ രാവിലെ കണ്ടോ, ഇനി ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ കറിയൊക്കെ വയ്ക്കാം. ഇതുവരെ മീൻ നന്നാക്കാണ്ടിരുന്നു, ബത്തൽ മീനായിരുന്നു. ബത്തൽ പറഞ്ഞാൽ നമ്മൾ മലപ്പുറം ഭാഷ ബത്തലാണ്, നത്തോലി, അതാണ് എൻ്റെ ശരിയായ പേര്, മറ്റ് ജില്ലയ്ക്ക് പറയണത്. അപ്പം ഇനി മീനുണ്ട്, മീൻ വറുത്ത് വെച്ചു. പിന്നെ കറി വെക്കാൻ കണ്ടോ കറമൂസ. അപ്പോൾ വീട്ടിൽ പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ പണി ഇങ്ങനെ ഏകദേശം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണിക്കാരുണ്ട്, അപ്പോൾ അവർക്ക് ചോറ് കൊടുക്കണം. അപ്പം വിചാരിച്ചു ഇത് അരച്ചത് വെച്ച് കഴിഞ്ഞാൽ നല്ല കറിയാവുമല്ലോ, ഈ നേരത്തേക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ ക്യാമറ വുമൺ ശ്രീകുട്ടിയാണ് കേട്ടോ. ഓള് പിന്നെ അങ്ങനെയാണ്, ഓർക്ക് ഇപ്പോൾ സ്കൂൾ അടച്ച സമയത്ത് ഫുൾ ടൈം ഫോണിലാണ് കളി. അപ്പോൾ ആ കളി സമയത്ത് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇഷ്ടമല്ല. അപ്പോൾ വീഡിയോ എടുക്കുമോ ചോദിച്ചാൽ കുഴപ്പമില്ല, അല്ലാതെ ഞാനായിട്ട് സ്വയം എടുക്കണമെന്നുണ്ട് അവർക്ക് ദേഷ്യം. പിന്നെ കുറേ നേരം എന്തൊക്കെ അമ്മ എന്തെങ്കിലും കാണിച്ചു പറഞ്ഞിട്ട് പോയതാട്ടോ. പിന്നെ ഞാൻ എന്തായാലും ഒന്നാമത് കുറേ ആയില്ല നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട്. എനിക്ക് വീഡിയോ എടുക്കാനും നേരെ കിട്ടില്ല കേട്ടോ. സ്കൂളും ഇല്ല, പണിക്കാരുമാണ്, ആകെ കാശിക്കൂട്ടം ചെറുതുമായിട്ട് ആകെപ്പാടെ സമയക്കുറവാണ്. അപ്പോൾ ഉള്ള സമയത്തേക്ക് ഫോണുമ്പോൾ അങ്ങനെ ഇരിക്കാനുള്ള സമയമല്ല. അപ്പോൾ അങ്ങനെ ഡിലേ ആയി. അപ്പോൾ നല്ല കർമൂസൊക്കെ അരിഞ്ഞ് സുന്ദര കുട്ടപ്പനാക്കി കുക്കറിലേക്ക് ഇട്ടോട്ടെ. ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടോ. ഈ കർമൂസ ചെറിയൊരു ചെനപ്പുണ്ട്. അപ്പോൾ മധുരിക്കുമെന്നൊന്നും ഇപ്പോൾ വലിയ ധാരണയില്ല. എന്തായാലും നമ്മൾ കറി വെക്കാനെടുത്തു. ഞാൻ ആ ബംഗാളീസായിട്ട് പണിക്കുള്ളത്. അപ്പോൾ അവരോട് ചോദിച്ചു കർമൂസ ഒന്നും മതിയാവോ? അപ്പോൾ പച്ചക്കറിക്കല്ലേ ഒന്നും മതി. അയാൾ ഞാൻ ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിലോ അപ്പോൾ വേറൊന്നും ഇട്ടേക്കാണ്. പിന്നെ അപ്പോൾ കുക്കറിക്ക് കർമൂസ ഇട്ടു, പച്ചമുളക് ഇട്ടു, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇനി കുറച്ച് വാട്ടർ. അപ്പോൾ അവിടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് കേട്ടോ. അപ്പോഴേക്കും തിളച്ചിരുന്നാണ് വേഗം കുക്കറിലോട് വെച്ചു. ഇനി ആവശ്യത്തിന് വെള്ളം വെച്ച് അടച്ച് വെച്ചപ്പോഴാണ് പുളി പിഴിഞ്ഞ് വെച്ചിട്ടില്ല. കുക്കറിൽ കറിയൊക്കെ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ഓപ്ഷനാട്ടോ. കാരണം തിളച്ച് വെന്ത് കഴിഞ്ഞ് ഇറക്കിയിട്ട് പിന്നെ പുളി ഒഴിച്ച് തിളപ്പിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഈ പുളിയും കൂടി ഒഴിച്ച് തിളപ്പിച്ച് കറി ഈ കഷ്ണം വേവിക്കുന്നതാണ്. നീ പുളി വെച്ചുള്ള എന്ത് കറിയാലും ഇതാ എളുപ്പപ്പണി. അപ്പോൾ അതൊരു 3-4 വിസിലാവട്ടെ കേട്ടോ. അപ്പോഴേക്കും ചോറിന് വെള്ളം വെച്ചിരുന്നു. ഇനി കരി ഇടണം. കാശിക്കുട്ടനാണെങ്കിൽ ഒപ്പം വന്നിട്ട് ഇങ്ങനെ അരിയൊക്കെ വാരുകയാണ്. അപ്പോൾ ഓനും വേണം നോക്കുക. ഒന്നാമത് കുട്ടിക്ക് ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ല. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഓൻ്റെ കാര്യങ്ങളും ആദ്യം നോക്കല്. എന്തെങ്കിലും ചൊളാണ്ടിയോ ഓട്സ് എന്തെങ്കിലും കൊടുത്തിട്ട് പിന്നെ അപ്പോഴേക്കും ഓൻ്റെ പ്രഭാത കൃത്യങ്ങൾ കഴിയും. പിന്നെ ഓനെ കുളിപ്പിക്കും, പിന്നെ ഉറങ്ങാനോ. അപ്പോഴേക്ക് എൻ്റെ വീട്ടിലത്തെ പണികളൊക്കെ ഡിലേയോ. അപ്പം ഞാൻ നേരത്തെ വെച്ചാണ്ടെന്ന് നേരത്തെ അല്ല ഇട്ടൊന്ന് വൈകി വെച്ചേ. വെത്തൽ മീൻ ഞാൻ ചിത്തോട്ട് രാത്രി കൊണ്ടു വെച്ചായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി പുറത്തെടുത്തപ്പോൾ അത് ലോഡുണ്ട്. ഒക്കെ നന്നാക്കി എടുത്തപ്പോഴേക്കും നേരം കുറച്ചായി. അപ്പോൾ അരി ഇട്ടു. അപ്പോഴേക്കും നമ്മളെ കുക്കർ 3 വിസിലടിച്ചു. ഇനി അത് അതിൻ്റെ ആവി പോണ വരെ നമുക്ക് തേങ്ങ വേണം. തേങ്ങ അരച്ചല്ല നമ്മൾ വെക്കുന്നത്. അപ്പോൾ തേങ്ങ പൊളിക്കാൻ പോയിട്ടോ. പാരയ്ക്കാണ് ഈ സം കംപ്ലയിൻറ്റ്സ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. ഓൾറെഡി നമുക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടല്ല, എന്നാലും എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ ഞാൻ തേങ്ങ ഒക്കെ പൊളിച്ചു. തേങ്ങ ഇതിലാണെങ്കിൽ നല്ല വെള്ളം കേട്ടോ. അപ്പോൾ കുറച്ച് ഈ തേങ്ങ വെള്ളമാണ് ശ്രീകുട്ടിന് സായിൻ്റെ ഒക്കെ ഫേവറേറ്റ് സാധനം കേട്ടോ. പക്ഷെ ഞാൻ തിരക്കിട്ട പണിയില്ല. ഇനി ഓരെ വിളിച്ചത് തേങ്ങ പൂണ്ട് കൊടുക്കേണ്ടി വരും. തേങ്ങാപ്പൂളൊക്കെ തിന്ന് ഞാൻ നേരം കുറേ ഇടാവും. കാശുകൂട്ടം നല്ല കരച്ചില വേശന്നിട്ട്. അപ്പോൾ ഞാൻ തേങ്ങ ചിരവാൻ പുറപ്പെട്ടോ. അപ്പോൾ ഇത് തോന്നി തേങ്ങ ചിരവാനുള്ള ഇത് മുഴുവനാക്കിയില്ല. ഇനി പിന്നെ ചിരവാച്ച് കുട്ടിക്ക് തിന്നാണ്ടാക്കിട്ട് വെച്ചു. അപ്പോൾ കണ്ടോ പാലിൽ ഓട്സ് ഇട്ടു, പഞ്ചസാര ഇട്ട് നന്നാക്കി വെച്ചാൽ ഒരു 5 മിനിറ്റ് വെന്താൽ മതിയല്ലോ. നല്ലോണം വെന്ത് ഇളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അത് വെച്ചാണ്ട് ഞാൻ ചൂടാറാൻ വെച്ച സമയത്ത് വേഗം വന്ന് ബാക്കി തേങ്ങ ചിരവാണ് കേട്ടോ. അതിൽ കുറച്ച് ചെറിയ ജീരകം ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നാക്കി അരച്ചെടുക്കണം. ഇനി നമ്മൾ പച്ചമുളകിൽ എരിവില്ല, കറിക്ക് എല്ലാം ഈ പച്ചമുളക് ഇപ്പോൾ ചേർത്ത് കൊടുത്താലും മതി എന്നാണ് എൻ്റെ ഒരു പക്ഷം. അപ്പോൾ അത് അരച്ചു ഉണ്ടോ. ഞെക്കിട്ട് കഷ്ണം നല്ല വെന്തുണ്ട്. ചിലപ്പോൾ കർമൂസ തീരെ വേവലില്ല, അതാണ് ഞാൻ 3 വിസിലൊക്കെ കൊടുത്തത്. അപ്പോൾ അതിട്ട് നല്ലോണം ഇളക്കി സെറ്റാക്കി. എനിക്ക് പിന്നെ ഇങ്ങനത്തെ കറി വെക്കുമ്പോൾ കുറുന്നനെ കറി, അതായത് നല്ല കുറുന്നനായിട്ട് വരും വേണം. കുറച്ച് പുളി കൂടുതൽ മുന്തി നിൽക്കും വേണം. അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞ കർമൂസ മധുരം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യം, കുറച്ച് മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുളകും പൊടി, നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെയും ചേർത്തിട്ടു. ഇനി അങ്ങനത്തെ ഒരു കറി ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. അധികമല്ല, ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ കർമൂസ. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവ് തന്നെയാണ്. നിങ്ങൾക്ക് ഇനി വീട്ടിലേക്ക് ഒന്നും കറി വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. നല്ല ടേസ്റ്റാണ് ഈ കറി.
ഇതിൽ ഈ പുളി വയ്ക്കുന്ന പകരം തൈര് തേങ്ങേൻ്റെ കൂടെ തൈര് അരച്ച് ചേർക്കുകയാണെങ്കിൽ അതിനേക്കാളും വേഷ്. തൈരില്ല, തൈര് പിന്നെ കൊണ്ടുവച്ച് ഞാൻ അപ്പം എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. തൈരൊക്കെ ഭയങ്കര ഫേവറേറ്റ്. പിന്നെ ഞാനത് വറവിട്ട് താളിക്കട്ടെ. അപ്പോൾ കണ്ടോ, എണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് പൊട്ടിച്ചു, ഉലുവട്ടു, കറിവേപ്പിൻ്റെ ഇല. ഇനി ഇളക്കാതെ ഒരൊറ്റ അടച്ച് വയ്ക്കാം, ക്ലീൻ. ആ സമയം നമ്മൾ ചോറ് വന്നിട്ടോ, അതിനിടയ്ക്ക് ചോറ് ഊറ്റുന്നുണ്ട്. അതിനിടയ്ക്ക് കറി എന്തായാലും ആയില്ലേ. കാശിക്കുട്ടിൻ്റെ ഓട്സ് ഏകദേശം തീരുമാനമായി തണുത്തോളൂ. അപ്പം ഞാൻ തിന്നാൻ കൊടുക്കുകയാണ്. ചെക്കനും തിന്നാൻ ഭയങ്കര മടിയാണ്. മടിയെന്ന് പറഞ്ഞാൽ വിശന്ന് പൊരിഞ്ഞ് കരയും, പക്ഷെ തിന്നും. ചോക്ലേറ്റ്, മിഠായി, ബേക്കറി ഐറ്റംസ് ഒക്കെ തിന്നും. പക്ഷെ ഇങ്ങനത്തെ വേണ്ടപ്പെട്ടൊന്നും തിന്നൂല. നല്ലോണം വെള്ളം കുടിക്കട്ടോ, അതാണ് പിന്നെ ഇതുള്ളത്. അപ്പോൾ ഞാൻ നന്നാക്കി വെച്ച വത്തൽ മീനിൻ്റെ കഥ കണ്ടില്ല നിങ്ങൾ? അതാണ് വത്തൽ മീൻ. ചട്ടി മീനുണ്ട് എന്തായാലും. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇതിന് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊന്നും വേണ്ട, വത്തലല്ലേ. അപ്പോൾ അതിട്ട് നന്നാക്കി അത് കുഴയ്ക്കണം. ആ മീനിനെ കൂട്ടി വെച്ചിട്ട് പിന്നെ കാശിക്കുട്ടിനെ കുളിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിച്ചല്ലേ, ഇനിയിപ്പോൾ എന്തായാലും ഓൻ്റെ കാര്യങ്ങൾ ചെയ്യും. കാരണം ഭക്ഷണം കഴിച്ചാൽ പിന്നെ വേഗം ഓൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ റെഡിയാവും. അപ്പോൾ ഞാനത് കൂട്ടി വെച്ചിട്ട് ഇനി ഓനെ നോക്കട്ടെ വിചാരിച്ചിട്ടോ. കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഓനെ ഉറങ്ങും. പക്ഷെ ഇന്ന് നമുക്ക് ശരിയായില്ല കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഓൻ്റെ കാര്യം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് പിന്നെ ചെക്കന് ഉറങ്ങില്ല, കളിച്ച് നടക്കന്നെ. വയറും കുറച്ച് നിറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും കളിക്കുന്നിടത്തോളം കളിച്ചോട്ടെ. അത് കഴിഞ്ഞ് ഓനെ കുളിപ്പിച്ച് വന്നപ്പോൾ രംഗങ്ങൾ കാണുന്നത് വീതനത്തി പാത്രങ്ങളൊക്കെ എവിടെയോ വായിച്ചിട്ടുണ്ട്. സ്ത്രീകളെ മാനസിക സ്ട്രെസ്സ് കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് പാത്രം കഴുകലാണെന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ പാത്രം കഴുകണ കാണുന്നതേ ഒരു മാനസിക സ്ട്രെസ് തന്നെയാണ് കേട്ടോ. ഇത്രയും തോനെ പാത്രം. പിന്നെ എന്താ ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ടേ ഇസ്കി കഴുകൽ. ഇപ്പൊക്കൊന്നും അതിന് ടൈമില്ല. ബേസിലൊക്കെ വെള്ളം എടുത്തിട്ടൊക്കെയാണ് കഴുകിയൊക്കെ റെഡിയാക്കൽ. പക്ഷെ ഇപ്പം നമുക്കൊന്നും സമയമില്ല എന്ന് പറയാൻ കാരണം പണിക്കാരുണ്ട് പറഞ്ഞല്ലോ, അവർക്ക് ചോറ് കൊടുക്കണം. ഓരോരോ പണി ഇങ്ങനെ തീർക്കുമ്പോഴേക്കും എന്നാണെന്നറിയോ, ഈ ചെക്കൻ കണ്ടോ എൻ്റെ ഒപ്പം കണ്ടോ നിൽക്കുന്നത്. ഓനിങ്ങനെ കരഞ്ഞും വിളിച്ചുകൊണ്ട് പിന്നാലെ നടക്കുകയാണ്. കത്തിരിക്കും, അല്ലെങ്കിൽ അടുപ്പത്ത് പോയി തീയിൽ കളിക്കും. ഇതാണ് ഓരോരോ വളർത്ത പണികളാണ്. അപ്പോൾ പിന്നെ ഓനൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി കുറച്ച് സമയം ഡിലേ വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു കിച്ചൺ വ്ളോഗ് മാത്രമാണ് കേട്ടോ. ഇതിന് പുറമെ പണികളൊന്നും നിങ്ങൾ കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. തിരുമ്പാനുണ്ട്, ലോഡ് കുട്ടിയുള്ളതല്ലേ. അത് കഴിഞ്ഞ് അടിക്കാനും തുടയ്ക്കാനും മുറ്റടിക്കാനും അങ്ങനത്തെ പണികളൊക്കെ വേറെ ഉണ്ട്. കരിക്കലം പുറത്തുനിന്ന് കഴുകണം, അതൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാനിതിൽ എടുത്തിട്ടില്ല. എല്ലാം കൂടി ആയിട്ട് പിന്നെ എനിക്കിത് എഡിറ്റ് ചെയ്യാൻ നേരം ഉണ്ടാവില്ല, വോയിസ് എടുക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളത് മാത്രം വേഗം എടുക്കട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ഇതിന് മുന്നത്തെ വീഡിയോസിലെ കുറേ കമൻറ്റ് കണ്ടിരുന്നു ആദ്യമൊക്കെ. നിങ്ങൾ ഇങ്ങനെ ഡെയിലി വ്ളോഗ് ചെയ്യുമോ, ക്ലീനിങ് വ്ളോഗ് ചെയ്യുമോ ഒക്കെ ചോദിച്ചിട്ട്. എനിക്കതൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ പിന്നാലെ ഫോണും കൊണ്ടിങ്ങനെ നടക്കുമ്പോഴേക്കും സമയമൊക്കെ പോവാണ്. അപ്പോൾ കണ്ടോ, പാത്രം കഴുകലൊക്കെ ഏകദേശം ചടപടെ തീർത്തു. വീട്ടുപണി എന്ന് പറഞ്ഞാൽ അറിയാം, ജോലി ഇല്ലയെന്നുള്ളൂ. പക്ഷെ നമുക്ക് വീട്ടിലത്തെ പണി എടുക്കുമ്പോഴേക്കും നേരെ ജാസ്തിയാണ്. പിന്നെ ഞാൻ ഇനി മീൻ വറുക്കട്ടെ വെച്ച് അടുപ്പത്ത് ചട്ടിക്ക് ചൂടാൻ കഴിഞ്ഞ് പപ്പടം കാച്ചിട്ട് മീൻ വറുക്കാം. അപ്പോൾ ആ എണ്ണ ലാഭിക്കാമല്ലോ. എങ്ങനെയാണ് എൻ്റെ ബുദ്ധി? എന്ത് ബുദ്ധിയില്ലേ. പിന്നെ നമ്മൾ വീട്ടമ്മ എന്ന നിലയ്ക്ക് എല്ലാ അടവും പഴറ്റി തെളിയും. ഇത് കണ്ട കാശിക്കുട്ടിനോട്ടെ ഈ പാത്രം കൊണ്ട് നീക്കി കളിക്കുന്നത്. ഓനുണ്ട് അവിടെ. ഓനിക്ക് വല്ലാതെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല, കാരണം അവൻ നിക്കറൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ പപ്പടം കാച്ചിട്ടില്ല, മീൻ വറുക്കാൻ വിചാരിച്ചു. പപ്പടം ഇവിടെ എന്താ പറയുക, നിർബന്ധമുള്ള സാധനമാണ് പപ്പടം എന്നുള്ളത്. ഞാൻ എല്ലാ പപ്പടം കഴിക്കുമല്ലോ. എനിക്ക് ഇങ്ങനത്തെ ഈ അരച്ച് കറിയോ അല്ലെങ്കിൽ നമ്മൾ സാമ്പാർ അങ്ങനെയൊക്കെ എനിക്ക് പപ്പടം നിർബന്ധം കേട്ടോ. അല്ലാത്ത സാധാ കറിക്കൊന്നും എനിക്ക് പപ്പടം ആവശ്യമില്ല. പിന്നെ ആ എണ്ണയിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ മീൻ കൂടി പൊരിക്കട്ടെ. ഇവിടെ ആണെങ്കിൽ മീൻ വറുക്കാൻ ഇങ്ങനത്തെ ചട്ടിയുള്ളൂ, സാധാ നമ്മളെ പരന്ന ചട്ടി ഇല്ല. അപ്പോൾ ഇതിലിങ്ങനെ നടുവിൽ കുറച്ച് എണ്ണ ഒഴിക്കുക, അതിലിങ്ങനെ പൊരിച്ചെടുക്കുക, അതന്നെയാണ് പരിപാടി. കുറേശ്ശെ. പിന്നെ വെത്തലിനോട് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. സ്ത്രീ കുട്ടിയൊക്കെ വെറുതെ വാരി ഇങ്ങനെ തിന്നും, ഓരോന്ന് പെറുക്കി തിന്നും. അപ്പോൾ പിന്നെ അത് കണ്ട ചിത്രം കുറച്ച് തോനെ കൊണ്ടുവന്ന് കുട്ടികൾ തിന്നോട്ടെ വിചാരിച്ചിട്ട് അതിന് പകുതിയൊന്നും എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. എന്തായാലും ഈ ഉച്ച നേരവും സമയം 11 കഴിഞ്ഞു. ഈ ഒരു നേരവും ചൂടും ഒക്കെ പാടായിട്ടേ സാറേ സഹിക്കാൻ കഴിയില്ല. ഭയങ്കര ചൂടും ഈ ഭാഗത്ത് കണ്ടോ. അങ്ങനെ കുറേശ്ശായിട്ട് പൊരിച്ച് വെക്കാനേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ, കാരണം ആ ചട്ടി അങ്ങനത്തെ ആണല്ലോ. ഇതൊക്കെ ആകെ മട്ടിച്ചും കേട്ടോ. ഈ ചൂടത്ത് നിൽക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ.
അപ്പം നമ്മളെ മീൻ പൊരി ഏകദേശം ലാസ്റ്റ് ട്രിപ്പൊക്കെ എത്തി. ഇനി കുറച്ചും കൂടി ഉണ്ട് വറുക്കാൻ. അതും കൂടി അടുപ്പത്ത് വെച്ചാൽ ഞാൻ വേറെ പണിയെടുക്കാതെ പോകാൻ വിചാരിച്ചു. അത് പിന്നെ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ടല്ലോ വിചാരിച്ചിട്ട് കൂടെ അങ്ങ് നിൽക്കാൻ പിന്നെതാ പണിക്കാർ ചോറിന് കയറി വന്നു. സമയം 1 മണി. അപ്പോഴേക്കും ഞാൻ കുട്ടികൾക്ക് ചോറ് കൊടുത്ത് ഞാൻ ഒപ്പം തിന്നു കേട്ടോ. ഞാൻ പണിക്കാരെ വിളിച്ചപ്പോൾ ഒരു വന്നില്ല. അപ്പോൾ നമ്മളെ കേട്ടോ ചോറ്, മീൻ വറുത്തത്, പപ്പടം, കറി. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കൽ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.